വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചേലക്കരയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ സംഗമവും മസീഹ് മൗദ് ദിനയോഗവും നടന്നു. വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്ന പരിപാടി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് തൃശൂർ പാലക്കാട് അമീർ എം താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് അവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും. സ്മാരക പുരസ്കാരം CDA കേരള വിഷൻ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ടി റിയാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ടി മുഹമ്മദ് ഉണ്ണി മുസ്ലിയാർ ഖുർആൻ പാരായണവും പദ്യം ടി ഇർഷാദ് അഹമ്മദും നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത്, ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, കെ കമറുദ്ദീൻ, കെ മുഹമ്മദ് സലീം, പി എ നസീം അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കടലിലും കരയിലും ഒരുപോലെ അധർമ്മം വ്യാപിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ കാലഘട്ടത്തെ കുറിച്ച് ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞു, അത്രമേൽ അരാജകത്വം അക്രമം നടമാടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനാണോ മൃഗമാണോ തിരിച്ചറിയുന്നത്, അത്രമാത്രം അകപ്പതിച്ചിരുന്നു. അപ്പോൾ ഒരു വഴികാട്ടിയെ അല്ലാഹു ദൈവം നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലവും അങ്ങനെ തന്നെ മതത്തിന്റെ പേരിൽ മതത്തിലേക്ക് രാഷ്ട്രീയം വന്നു. രാഷ്ട്രീയവും മതവും തമ്മിൽ തുല്യതയോടുകൂടെ പോകുന്നു. ഇതിൽ നിന്ന് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു. ഇന്ത്യ മഹാരാജ്യം ലോകത്തിന് മാനവികതയിലും മതസൗഹാർദ്ദത്തിലും ഉയർന്നു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം മതത്തിന്റെ പേരിൽ അത് രാഷ്ട്രീയത്തിലേക്ക് കലർത്തപ്പെട്ട് വികൃതമായിക്കൊണ്ടിരിക്കുന്നു. പേര് ചില സ്ഥലങ്ങളിൽ പറയാൻ ഭയമാണ് സഹോദരങ്ങളെ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോയി ഹൈന്ദവന്റെ പേര് പറയാൻ ഭയപ്പെടുന്നു. ഹൈന്ദവ ഭൂരിപക്ഷ നമ്മുടെ കേരളത്തിലല്ല, അവിടെ പോയി നമുക്ക് മുസൽമാന്റെ പേര് പറയാൻ അല്ലെങ്കിൽ അവന്റെ രൂപങ്ങൾ കാണിക്കാൻ വേഷം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നു. അതിമനോഹരമായ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തൊരു രാജ്യവും ഇങ്ങനെയില്ല. മനുഷ്യനറിയാത്ത മനുഷ്യനല്ല. നമ്മുടെ ചുറ്റും അത്ര സുഖമുള്ള ഒരു കാലാവസ്ഥയിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. വളരെ സംഘർഷഭരിതമായ സമാധാനവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യുദ്ധമാർക്കും ഇന്നേ വരെ ഒന്നും തന്നെ സംഭാവന ചെയ്തിട്ടില്ല, മറിച്ച് മഹാദുരന്തങ്ങളും ദുരിതങ്ങളും മാത്രമേ സംഭാവന ചെയ്തിട്ടുള്ളൂ. ഇതറിയാമായിരുന്നിട്ടും മനുഷ്യനെ കൊല്ലുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു അവസരത്തിൽ നമ്മുടെ വല്ലങ്കിപ്പാറ ജമാഅത്ത് ഇസ്ലാമിക കമ്മിറ്റി പോലെയുള്ള ആളുകൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത് മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യൻ തൊട്ടടുത്തുള്ള തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാത്ത, തൻ്റെ സമൂഹത്തെ സ്നേഹിക്കാത്ത നാം എന്തു തന്നെ നേടിയാലും, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായാലും, എത്രമാത്രം ആർച്ചതും വെട്ടിപ്പിടിച്ചതും വാരിപ്പിടിച്ചതും എല്ലാം നമ്മുടെ കയ്യിലുണ്ടായാലും സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സ്വന്തം അയൽവാസിയെ, സ്വന്തം സമൂഹത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനായി കാണാൻ കഴിയില്ല. ഒരു പ്രാർത്ഥനയിൽ നിന്ന് തന്നെ എനിക്ക് ഇതിൻ്റെ സന്ദേശം എന്ത് എന്ന് എനിക്ക് വളരെയധികം ഞാൻ ഉൾക്കൊണ്ടത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു അഹമ്മദിയ ഒരു ചേലക്കരയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ദേശമുദ്ര എന്ന ഒരു പുസ്തകം രചനയുടെ ഭാഗമായിക്കൊണ്ട് ഞാൻ അന്ന് അഹമ്മദിയ മുസ്ലിംസിൻ്റെ ചരിത്രം എന്നതൊക്കെ വേണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവർ മറ്റ് മുസ്ലിം സമുദായത്തിൽ നിന്നും വ്യത്യസ്തമാവുന്ന എന്നൊരു പഠനം എനിക്ക് നടത്തേണ്ടതായിട്ട്. അന്ന് ഇവിടുന്ന് നസ്ര എന്ന് പറയുന്ന ഒരു
കുട്ടി എനിക്ക് അതിൻ്റെ രേഖകൾ കുറേ പേര് തന്നു. ഞാൻ കുറേ അത് വായിക്കുകയും അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്തൊക്കെ എന്ന് എനിക്ക് പഠിക്കുവാൻ അന്നൊരു അവസരം ലഭിച്ചു. അതുപോലെ തന്നെ ശരീരശുദ്ധിയും ഒക്കെ വരുത്തി ഒരു വിശപ്പിന്റെ വില എന്താ എന്നുള്ളത് അറിയുന്ന നാളുകളാണ് ഈ 30 ദിവസം അല്ലേ. ആ 30 ദിവസത്തെ സഹനശക്തി, ആ പെരുന്നാളിൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വന്ന് പറയുമ്പോൾ അത് ശരിയല്ല. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ എല്ലാം ഇങ്ങനെ നോക്കിക്കാണുന്നു ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച് അറിയാത്ത കാര്യങ്ങളിൽ ചോദിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. അപ്പോൾ എന്തെല്ലാം പുണ്യ നാളുകളാണ് കഴിഞ്ഞു പോയത്. അതിന് ശേഷമാണ് നമ്മളൊരു വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരു നോമ്പുതറ എല്ലാ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഇതിലാണ് നമ്മളെല്ലാം ഇത്തരത്തിലുള്ള ഇതൊക്കെ കാണുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനം കൊള്ളാം. കാരണം നമ്മളെ സംബന്ധിച്ച് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ പാഞ്ഞാളും ചേലക്കരയും അതിര് പങ്കിടുന്ന ഈ മഹനീയ സ്ഥാപനം ഒരുക്കുന്ന ഈ അനുമോദനത്തിന്റെ ഭാഗമാകാനും അത്തരത്തിലൊരു അനുമോദനം ഏറ്റുവാങ്ങാനും അതോടൊപ്പം സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ആളുകളെയൊക്കെ ആദരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഈ എളിയവനെ കൂടി ചേർത്തതിൽ നിങ്ങൾ തെരഞ്ഞെടുത്തതിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി ഇത്തരമൊരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാനും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലൂടെ ഏവർക്കും പകരാനും അത് ഉൾക്കൊള്ളാനും അതിലൂടെ അത് മറ്റുള്ളവർക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരമൊരു വേദി സംഘടിപ്പിക്കാൻ നമുക്ക് അനുഗ്രഹം നൽകിയ ദൈവത്തിന് ആദ്യം നന്ദി അർപ്പിക്കുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.